വെൽക്കം ടു മിഷൽസ് ഹൊറൈസൺ. എല്ലാവരും വീട്ടിൽ സേഫായിരിക്കുന്നു എന്ന് വിചാരിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ക്ലാസ്സാണ്, അതായത് യൂണിറ്റ് 7. ആദ്യമായിട്ട് നമ്മൾ യൂണിറ്റ് 7 സ്റ്റാർട്ട് ചെയ്യുകയാണ്. യൂണിറ്റ് 7 സോഷ്യൽ ചേഞ്ച് ആൻഡ് സോഷ്യൽ ഓർഡർ ഇൻ റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റി. ഗ്രാമീണവും നാഗരികവുമായ സമൂഹങ്ങളിലെ സാമൂഹിക മാറ്റവും സാമൂഹിക ക്രമവും എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയട്ടെ. നിങ്ങൾക്കിപ്പോൾ ഇതുവരെ നിങ്ങൾ വെയിറ്റിംഗ് ആയിരുന്നു ഫോക്കസ് ഏരിയ വരാൻ. ഇപ്പോൾ ഫോക്കസ് ഏരിയ വന്ന് ഏതൊക്കെ ടോപ്പിക്സാണ് പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ്, എത്ര മാർക്കിന് വരെ ചോദിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് അറിയേണ്ടത് സെപ്റ്റംബർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ആയിരുന്നു. അതും നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു തന്നു. ഇനി നിങ്ങളുടെ മുന്നിൽ കൃത്യമായ നിങ്ങളുടേതായ ഒരു റിവിഷൻ ടൈം ടേബിൾ ഉണ്ടാക്കണം. ആ ടൈം ടേബിൾ അനുസരിച്ച് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നന്നായിട്ട് പഠിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ്. വെറുതെ ഞങ്ങൾക്ക് ക്ലാസ് കിട്ടിയിട്ടില്ല, ഓൺലൈൻ മാത്രമേ ഉള്ളൂ, അങ്ങനെ പരാതികളൊന്നും പറയാതെ മുന്നിൽ നല്ലൊരു ലക്ഷ്യം, ക്ലിയർ കട്ടായിട്ടുള്ള നല്ലൊരു ലക്ഷ്യം സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഗോളിലേക്ക്, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് വേണ്ടത്. കൃത്യമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ 100% റിസൾട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും, അതെനിക്ക് ഉറപ്പാണ്. അതിനിപ്പോൾ എൻ്റെ കുട്ടികളല്ല, മീൻസ് ഏത് സ്കൂളിലെ കുട്ടികൾ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ ഓഡിയൻസിനോടും എനിക്ക് പറയാനുള്ളത്, യു മസ്റ്റ് സ്റ്റഡി വെൽ ആൻഡ് എന്താ പറയുക, നന്നായിട്ട് പഠിക്കുക. അതോടൊപ്പം സെറ്റ് എ ഗുഡ് ടൈം ടേബിൾ ഫോർ യുവർ ലേണിംഗ്. നിങ്ങളുടെ പഠനത്തിന് വേണ്ടി നല്ലൊരു ടൈം ടേബിൾ നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കുക. നല്ലൊരു ഹോം വർക്കൗട്ട്, നല്ല വീട്ടിലിരുന്നു കൊണ്ട് കൃത്യമായിട്ട് ഇത്ര ചാപ്റ്ററിന് ഇത്ര സമയം എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു ടൈം ടേബിൾ, റിവിഷൻ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ യു വിൽ ബി എ ഹയർ സ്കോറർ. നല്ലൊരു സ്കോറുള്ള കുട്ടിയായി നിങ്ങൾക്ക് മാറാൻ സാധിക്കും. നിങ്ങൾക്കതിനാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഫോക്കസ് ഏരിയ കഴിഞ്ഞ ദിവസം വന്നല്ലോ. ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അതുകൂടാതെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫോക്കസ് ഏരിയയിൽ നിന്നും പുറത്തുള്ള ഒരു ചോദ്യങ്ങളും ചോദിക്കില്ല എന്നാണ് വിദഗ്ധർ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ +2ൻ്റെ എക്സാമിനേഷൻ നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ, ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ പോകുമ്പം ടോട്ടൽ മാർക്ക് ഞാൻ പറഞ്ഞല്ലോ 160 മാർക്കിനാണ് ക്വസ്റ്റ്യൻ പേപ്പറിലെ മാർക്ക്. നിങ്ങൾ എഴുതി നിങ്ങൾക്ക് മൊത്തം കിട്ടേണ്ട മാർക്ക് 80 മാത്രമാണ്. ഈ 160 മാർക്കിനുള്ള ചോദ്യങ്ങളും ഫോക്കസ് ഏരിയയിൽ നിന്ന് മാത്രമേ വരികയുള്ളൂ, അതെൻ്റെ ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു ഭയവും വേണ്ട. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്, കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് ടീച്ചർക്കറിയാം. സോ ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവരെയും ഞാൻ അതിലേക്ക് ക്ഷണിക്കുകയാണ്. വളരെ ചെറിയൊരു ടോപ്പിക്ക് മാത്രമാണ് ഇന്ന് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ആസ് വി ഓൾറെഡി സെഡ്, ദ ചാപ്റ്റർ ടൈറ്റിൽ ഈസ് സോഷ്യൽ ചേഞ്ച് ആൻഡ് സോഷ്യൽ ഓർഡർ ഇൻ റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റി. അതായത് ഗ്രാമീണവും നാഗരികവുമായ സമൂഹങ്ങളിലെ സാമൂഹിക മാറ്റവും സാമൂഹിക ക്രമവും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സോഷ്യൽ ചേഞ്ച്, അതിൻ്റെ ഒരു സ്വഭാവം എന്താണ്, ദെൻ വാട്ട് ആർ ദ മേജർ ടൈപ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. ഇത്രയും മാത്രമാണ് ടീച്ചർ ഇന്ന് നിങ്ങൾക്ക് എടുത്തു തരാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി ടോപ്പിക്ക് കുറച്ച് ലെങ്തി ടോപ്പിക്കാണ്, അപ്പോൾ അതൊരു വീഡിയോൻ്റെ ഉള്ളിൽ തീരൂല. അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്മോൾ ടോപ്പിക്ക് മാത്രമേ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇത് ചോദിക്കൽ വാട്ട് ആർ ദ മേജർ ടൈപ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് എന്ന് തന്നെയാണ്. അതായത് പ്രധാനപ്പെട്ട സാമൂഹിക മാറ്റങ്ങൾ ഏതെല്ലാമാണ്, സാമൂഹിക മാറ്റങ്ങൾ എത്ര തരമുണ്ട് എന്നുള്ള രീതിയിലാണ് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുക. 4 മാർക്കിന് ചോദിക്കും, എളുപ്പമാണ്. അപ്പോൾ നിങ്ങളൊന്നുകൂടി ശ്രദ്ധിക്കാം. സോ ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് ചേഞ്ച് എന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ചേഞ്ച് എന്ന് പറയുന്നത് മാക്കൈവറിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ് ഫസ്റ്റ് പറയുന്നത്. സോഷ്യൽ ചേഞ്ച് റെഫേഴ്സ് ടു എ ചേഞ്ച് ഇൻ ഹ്യൂമൻ റിലേഷൻഷിപ്പ്. മനുഷ്യൻ്റെ ബന്ധങ്ങളിലുള്ള മാറ്റത്തെയാണ്, മാനുഷിക ബന്ധങ്ങളിലുള്ള മാറ്റത്തെയാണ് സാമൂഹിക മാറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാക്കൈവറുടെ ഡെഫിനിഷനാണ്, എളുപ്പമാണ്. വാട്ട് ഈസ് സോഷ്യൽ ചേഞ്ച് എന്ന് ചോദിച്ചാൽ ഈ ഒരു ഡെഫിനിഷനാണ് നിങ്ങൾ എഴുതേണ്ടത്. ചേഞ്ച് ഇൻ സോഷ്യൽ റിലേഷൻഷിപ്പ്, അതായത് മാനുഷിക ബന്ധങ്ങളിലുള്ള മാറ്റത്തെയാണ് സാമൂഹിക മാറ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഡെഫിനിഷനാണ് കിങ്സ്ലി ഡേവിസിൻ്റെ ഡെഫിനിഷൻ. ചേഞ്ച് ഈസ് ദ ഓൾട്ടറേഷൻസ് ഒക്കൂർ ഇൻ ദ സ്ട്രക്ചർ, ഓർഗനൈസേഷൻ ആൻഡ് ഫങ്ഷൻസ് ഓഫ് സൊസൈറ്റി. സാമൂഹിക മാറ്റം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ സംഘാടനത്തിലും സമൂഹത്തിൻ്റെ ഘടനയിലും ധർമ്മത്തിലുമുള്ള
ചെറിയ തരത്തിലുള്ള ഒരു പരിവർത്തനത്തെയാണ് സാമൂഹിക മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മാക്കവെയറിൻ്റെ ഡെഫിനേഷനാണ് നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പം. ചേഞ്ച് ഇൻ സോഷ്യൽ റിലേഷൻഷിപ്പ്, സാമൂഹിക ബന്ധങ്ങളിലുള്ള മാറ്റത്തെ സാമൂഹിക മാറ്റം എന്ന് പറയുന്നു. നമുക്ക് ഈ ഒരു ഡെഫിനേഷൻ വെച്ചൊരു എക്സാമ്പിൾ സഹിതം പറയുകയാണെങ്കിൽ, പണ്ട് കാലത്തുള്ള സോഷ്യൽ റിലേഷൻഷിപ്പ് അല്ല ഇന്നുള്ള സോഷ്യൽ റിലേഷൻഷിപ്പ്. അതിൻ്റെ രീതിയിലും അതിൻ്റെ എക്സ്പ്രഷൻസിലും എല്ലാം നല്ലോണം മാറ്റങ്ങൾ നമ്മൾ കാണാം. പണ്ട് ഒരു റിലേഷൻഷിപ്പിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വളരെ പ്രാചീനമായ സമൂഹത്തിൽ ബന്ധങ്ങൾ വളരെ ക്ലോസ്ഡ് ആയിരുന്നു. ഇന്ന് വീടുകളൊക്കെ വളരെ അടുത്താണ്, ഒരേ ഫ്ലാറ്റിലാണ്, റൂമുകളും മുകളിലും താഴെയൊക്കെ ആയിട്ടാണ്. പക്ഷേ യാതൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പും അടുപ്പവും അവർ തമ്മിലില്ല. സോ ദിസ് ഈസ് എ കൈൻഡ് ഓഫ് ചേഞ്ച് ഇൻ റിലേഷൻഷിപ്പ്. ഇത് ഒരു തരത്തിലുള്ള സാമൂഹിക മാറ്റമാണ്, സാമൂഹിക ബന്ധങ്ങളിൽ വന്ന മാറ്റമാണ്. അപ്പോൾ എന്താണ് സാമൂഹിക മാറ്റം എന്ന് പറഞ്ഞാൽ? എ കൈൻഡ് ഓഫ് അൾട്രേഷൻ ഇൻ ദ സോഷ്യൽ ഓർഗനൈസേഷൻ, സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് സൊസൈറ്റി. സമൂഹത്തിൻ്റെ ഘടനയിൽ, സമൂഹത്തിൻ്റെ ധർമ്മത്തിൽ, സാമൂഹികമായ സംഘാടനത്തിലുള്ള മാറ്റത്തെ നമുക്ക് സാമൂഹിക മാറ്റം എന്ന് പറയാം. സമൂഹത്തിൻ്റെ ഘടനയിലുള്ള മാറ്റം എന്ന് പറയുമ്പോൾ ഒരു ഘടന വന്ന് മറ്റൊരു ഘടനയിലേക്ക് മാറുമ്പോൾ, ഫോർ എക്സാമ്പിൾ ആദ്യം നമ്മൾ കാർഷികമായ ഘടനയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതായത് മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഇൻ സൊസൈറ്റി വേർ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ. ഒരു സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകളും കൃഷിയെ ആശ്രയിച്ചു കൊണ്ടായിരുന്നു പണ്ട് കാലത്ത് കഴിഞ്ഞിരുന്നത്. ബട്ട് നൗ ദ സൊസൈറ്റി ഈസ് ട്രാൻസ്ഫോംഡ് ഓർ ചേഞ്ച്ഡ് ഇൻ ടു ഇൻഡസ്ട്രിയൽ മോഡ് ഓഫ് സൊസൈറ്റി. അതായത് ഇൻഡസ്ട്രിയൽ സ്ട്രക്ചർ ഓഫ് സൊസൈറ്റിയിലേക്ക്, ഒരു വ്യാവസായിക ഘടനയുള്ള സമൂഹത്തിലേക്ക് ഇപ്പോൾ സമൂഹം മാറി. അതൊരു സോഷ്യൽ ചേഞ്ചാണ്. എന്തുകൊണ്ടാണ് അതൊരു സോഷ്യൽ ചേഞ്ച് ആയത് എന്ന് പറയുമ്പോൾ, സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായ ഘടനയിൽ തന്നെ അത് മാറ്റം വരുത്തി. അതായത് കാർഷികമായ വൃത്തി എന്ന് പറയുന്ന, അഗ്രികൾച്ചർ എന്ന് പറയുന്ന ആ പ്രോസസ്സിൽ ഒതുങ്ങിയ രീതിയിലായിരുന്നു സോഷ്യൽ ലൈഫ് ഉണ്ടായിരുന്നത്. അത് മൊത്തമായിട്ട് മാറിയിട്ട് വ്യാവസായികമായ ഒരു സെറ്റപ്പിലേക്ക് ഹ്യൂമൻ സൊസൈറ്റി മാറുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് സോഷ്യൽ ചേഞ്ച്. അപ്പം നമ്മുടെ ജീവിതത്തിലുള്ള ഒരു ഓൾട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു തരം മാറ്റം, ഒരു പരിവർത്തനം, അതിനെയാണ് സാമൂഹിക മാറ്റം എന്ന് പറയുന്നത്. റിമെമ്പർ വൺ തിങ്, ഈ ഒരു കോൺസെപ്റ്റ് കിട്ടാതെ നിങ്ങൾ ഈ ചാപ്റ്റർ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ആദ്യം എന്താണ് സോഷ്യൽ ചേഞ്ച് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. വളരെ എളുപ്പമാണ്. സാമൂഹിക ബന്ധങ്ങളിലുള്ള മാറ്റം, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഘടന, സംഘാടനം, ധർമ്മം, ഇവയിലുള്ള മാറ്റത്തെ നമുക്ക് സോഷ്യൽ ചേഞ്ച് എന്ന് പറയാം. ഇനി എന്താണ് നമ്മൾ പൊതുവെ ചേഞ്ച് എങ്ങനെയുള്ളതാണ്? We know that change is a continuous process and it is universal also. അതായത് സാമൂഹിക മാറ്റം എന്നുള്ളത് കണ്ടിന്യൂവസ് ആണ്. കണ്ടിന്യൂവസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗോസ് ഓൺ ടൈം. ജീവിതകാലം മുഴുവനും മാറ്റം ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. ഒരിക്കലും അത് സ്റ്റോപ്പ് ആവില്ല. നമ്മുടെ ലൈഫിൽ എന്ത് മാറ്റമുണ്ട്? നമ്മൾ ജനിച്ച അന്ന് തൊട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സായോ അതുവരെ നിങ്ങൾക്ക് എന്തെല്ലാം ഫിസിയോളജിക്കൽ ചേഞ്ചസ്, ശാരീരികമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളിപ്പോഴും ആ പിറന്നു വീണപ്പോൾ കരയാൻ മാത്രം അറിയുന്ന കുട്ടിയാണോ? അല്ല. അതിൽ നിന്നും നിങ്ങൾ ഒരുപാട് വളർന്ന് ഒച്ച വയ്ക്കാനും നടക്കാനും ഇരിക്കാനും ബിഹേവ് ചെയ്യാനും ഇന്നും മുതിർന്ന ഒരു കുട്ടിയായി നിങ്ങൾ വളർന്നു. സോ ദീസ് ആർ ഓൾ ചേഞ്ചസ്. അതൊക്കെ നിങ്ങളിൽ വന്ന ചേഞ്ചസ് ആണ്. സോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂവസ് പ്രോസസ്സ്. ഇപ്പോഴും നിങ്ങളിൽ ചേഞ്ച് നടക്കുന്നു. നാളെ നിങ്ങളുടെ വയസ്സിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ ചേഞ്ചിൻ്റെ ഭാഗമാണ്. സോ ചേഞ്ച് ഈസ് ദ ലോ ഓഫ് നേച്ചർ. ചേഞ്ച് എന്ന് പറയുന്നത് പ്രകൃതിയുടെ നിയമമാണ്. ഈച്ച് ആൻഡ് എവറി ആസ്പെക്റ്റ് ഓഫ് സൊസൈറ്റി ടച്ചസ് ദ നാച്ചർ ഓഫ് ചേഞ്ച്. സമൂഹത്തിലെ ഏതൊരു അണുമണി പോലും സാമൂഹിക മാറ്റത്തെ രുചിക്കാതെ പോവുകയില്ല. എല്ലാ ഘടകങ്ങളിലും സാമൂഹിക മാറ്റം നമുക്ക് ദർശിക്കാവുന്നതാണ്. അത് തുടർച്ചയായ പ്രോസസ്സാണ്. ലോകത്തെല്ലായിടത്തും, യൂണിവേഴ്സൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ഫൗണ്ട് എവ്രിവെയർ ഇൻ ദ സൊസൈറ്റി. ലോകത്തിൻ്റെ മുക്കിലും മൂലയിലുമൊക്കെ നമുക്ക് എന്ത് കാണാം? സോഷ്യൽ ചേഞ്ച് കാണാം. ദാറ്റ് മീൻസ് യൂണിവേഴ്സൽ. ആൻഡ് ഇറ്റ് അഫക്ട്സ് ഓൾ ആസ്പെക്റ്റ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിൻ്റെ എല്ലാ മേഖലയെയും സ്പർശിക്കുന്ന ഒന്നാണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. സോ സോഷ്യൽ ചേഞ്ച് അഫക്റ്റ് ഓൾ ആസ്പെക്ട്സ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടാണ് സാമൂഹിക മാറ്റം ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ എർത്ത് ഭൂകമ്പം അല്ലെങ്കിൽ സുനാമി. നമുക്കറിയാമല്ലേ, 2004 നമുക്ക് സുനാമി ഉണ്ടായപ്പം
ഇറ്റ് വാസ് എ ബിഗ് ചേഞ്ച്. അത് നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെയധികം ഡീപ്പ് ഇമ്പാക്റ്റാണ്, വളരെയധികം ആഘാതം നമുക്കുണ്ടാക്കി. അതൊരു വലിയ സോഷ്യൽ ചേഞ്ചാണ്. സോ ഇറ്റ് അഫക്റ്റ് ഓൾ ആസ്പെക്ട്സ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിൻ്റെ എല്ലാ മേഖലയെയും അത് അഫക്റ്റ് ചെയ്തു. അപ്പോൾ സോഷ്യൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ സമൂഹത്തിൻ്റെ ഓരോ മേഖലയിലും അത് അഫക്റ്റ് ചെയ്യും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക, സോഷ്യൽ ചേഞ്ച് എന്ന് പറയാം. ആൻഡ് ദ നാച്ചർ ആൻഡ് സ്പീഡ് ഓഫ് സോഷ്യൽ ചേഞ്ചസ് ഡിഫർ ഫ്രം സൊസൈറ്റി ടു സൊസൈറ്റി. സമൂഹത്തിൻ്റെ സാമൂഹിക മാറ്റത്തിൻ്റെ സ്പീഡും അതിൻ്റെ സ്വഭാവവും ഓരോ സമൂഹത്തിൽ നിന്നും മറ്റൊരു സമൂഹത്തിലേക്ക് മാറുമ്പോൾ അതിനനുസരിച്ച് അത് വ്യത്യാസപ്പെടും. ഇന്ത്യൻ സൊസൈറ്റിയിൽ ചേഞ്ച് വളരെ സ്ലോ ആയിട്ടാണ് നടക്കുക. ബട്ട് വെൻ വി കൺസിഡർ അമേരിക്കൻ സൊസൈറ്റി ഓർ അതർ ഡെവലപ്ഡ് സൊസൈറ്റി, ദ നാച്ചർ ആൻഡ് സ്പീഡ് ഓഫ് ചേഞ്ച് ഈസ് വെരി ഫാസ്റ്റ്. അമേരിക്കൻ സൊസൈറ്റിയിലും അതുപോലെ തന്നെ മറ്റ് വികസിത രാഷ്ട്രങ്ങളിലും സാമൂഹിക മാറ്റത്തിൻ്റെ സ്പീഡ് ഡെവലപ്പിംഗ് കൺട്രീസിനേക്കാളും വളരെയധികം ഫാസ്റ്റായിട്ടാണ് വരുന്നത്. സോ ഓരോ സമൂഹത്തിലും സാമൂഹിക മാറ്റത്തിൻ്റെ സ്വഭാവവും സ്പീഡും വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്തിനാണ് ഇത്രയും ലെങ്തി ഇൻട്രൊഡക്ഷൻ എന്ന് ചോദിച്ചാൽ, ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചോദ്യമായിട്ട് വരികയാണെങ്കിൽ ഇതിനാകെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് വാട്ട് ഈസ് സോഷ്യൽ ചേഞ്ച് എന്നാണ്. ബാക്കി ഞാൻ പറഞ്ഞതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കില്ല, ബട്ട് ഇറ്റ് ഈസ് എസെൻഷ്യൽ. പക്ഷേ ഇത് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. കാരണം സോഷ്യൽ ചേഞ്ചിൽ നിന്ന് നിങ്ങൾക്ക് എസ്സേ ചോദിക്കും 8 മാർക്കിന്. ആ എസ്സേൻ്റെ ഇൻട്രൊഡക്ഷനിലാണ് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതേണ്ടത്. ഒരു എസ്സേ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് ടീച്ചർ കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻ പാറ്റേണിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ അത് പോയിട്ട് കാണുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എസ്സേ ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതുക. അപ്പോൾ പറഞ്ഞത്, ചേഞ്ച് എന്ന് പറയുന്നത് സാമൂഹിക ബന്ധങ്ങളിലുള്ള മാറ്റം, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഘടന, സംഘാടനം, അതിൻ്റെ ഫങ്ഷൻ, ധർമ്മം എന്നിവയിലുള്ള മാറ്റത്തെ സോഷ്യൽ ചേഞ്ച് എന്ന് പറയാം. ചേഞ്ച് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്, യൂണിവേഴ്സലാണ്. അതുപോലെ തന്നെ ചേഞ്ച് ഈസ് ദ ലോ ഓഫ് നേച്ചർ. പ്രകൃതി നിയമമാണ് മാറ്റം എന്നുള്ളത്. മാറ്റത്തിന് മാത്രമാണ് മാറ്റമില്ലാത്തതുള്ളത്, ബാക്കി എല്ലാത്തിനും എന്തുണ്ട്, മാറ്റം ഉണ്ട്, ചേഞ്ച് ഉണ്ട്. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് സെക്ഷൻ. സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് ടൈപ്സ് ഓഫ് സോഷ്യൽ ചേഞ്ചാണ്, വിവിധ തരം സാമൂഹിക മാറ്റങ്ങൾ. ഇത് ഫോക്കസ് ഏരിയയിൽ ഉള്ള ടോപ്പിക്കാണ്. ഇനി അങ്ങോട്ട് ടീച്ചർ എടുക്കുന്ന എല്ലാ ക്ലാസ്സുകളും ഫോക്കസ് ഏരിയയെ മാത്രമേ എടുക്കുന്നുള്ളൂ. അതിൻ്റെ ഇടയിലുള്ള ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്ത ഒരു ടോപ്പിക്കും ഇനി വീഡിയോ ആയിട്ട് വരുന്നുണ്ടാവില്ല. നിങ്ങൾ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ മതി, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പഠിക്കേണ്ട. ഫോക്കസ് ഏരിയയിൽ നിന്ന് മാത്രമേ ചോദ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ടൈപ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് ഫോക്കസ് ഏരിയയിൽ പെട്ടതായതുകൊണ്ട് തന്നെ 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നോക്കാം. ടൈപ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. ദർ ആർ 4 ടൈപ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. എവല്യൂഷണറി ചേഞ്ച് അഥവാ പരിണാമാത്മക സാമൂഹിക മാറ്റം, റെവല്യൂഷണറി സോഷ്യൽ ചേഞ്ച് അതായത് വിപ്ലവകരമായ സാമൂഹിക മാറ്റം, ദെൻ നെക്സ്റ്റ് വൺ സ്ട്രക്ചറൽ ചേഞ്ച് അഥവാ ഘടനാപരമായ സാമൂഹിക മാറ്റം, ലാസ്റ്റ് വൺ ചേഞ്ചസ് ഇൻ വാല്യൂസ് ആൻഡ് ബിലീഫ്സ്, വിശ്വാസത്തിലും മൂല്യങ്ങളിലുമുള്ള മാറ്റങ്ങൾ. ഇത്രയുമാണ് സാമൂഹിക മാറ്റത്തിൻ്റെ വിവിധ തരം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ, വാട്ട് ഈസ് എവല്യൂഷണറി ചേഞ്ച് ഓർ പരിണാമപരമായ മാറ്റങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. പരിണാമം എന്നുള്ള വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് ഇവോൾവ് മീൻസ് ടു ഗ്രോ അപ്പ്, ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരിക, സാവധാനം പുറത്തേക്ക് വരിക. ദാറ്റ് മീൻസ് എവല്യൂഷണറി ചേഞ്ച് മീൻസ് സ്ലോ ആൻഡ് ഗ്രാജുവൽ ചേഞ്ച്, വളരെ സാവധാനം ക്രമേണ ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ പരിണാമപരമായ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇറ്റ് ടേക്സ് ലോങ് ടൈം, ഒരുപാട് ദീർഘകാലഘട്ടം എടുത്തുകൊണ്ടാണ് ഈ മാറ്റം സംഭവിക്കുന്നത്. ഈ ഒരു വാക്ക് എവല്യൂഷണറി ചേഞ്ച് എന്നുള്ള വാക്ക് പ്രശസ്തമാക്കിയത് ചാൾസ് ഡാർവിനാണ്. നിങ്ങൾക്ക് ചാൾസ് ഡാർവിനെ നല്ലോണം അറിയാം അല്ലേ? ചാൾസ് ഡാർവിൻ വാസ് എ ഫേമസ് ബയോളജിസ്റ്റ്. ഹിസ് famous book Biological Evolution, his famous book was Origin of Species. In that book he suggested biological evolution. അതായത് ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലാണ് ബയോളജിക്കൽ എവല്യൂഷൻ, ജീവശാസ്ത്രപരമായ പരിണാമം എന്നുള്ള ആശയത്തിലൂടെ അദ്ദേഹം പരിണാമം എന്നുള്ള വാക്ക് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. പരിണാമം എന്ന് പറഞ്ഞാൽ വളരെ സാവധാനത്തിലും ക്രമേണ ഉണ്ടാകുന്ന കുറേ കാലം എടുത്തുകൊണ്ടുള്ള മാറ്റത്തിനെയാണ് നമ്മൾ എവല്യൂഷണറി ചേഞ്ച് എന്ന് പറയുന്നത്.
ഈ ഒരു ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്നുള്ള ബുക്കിൽ ബയോളജിക്കൽ എവല്യൂഷൻ പറയുമ്പോൾ അദ്ദേഹം ഒരു കൊട്ടേഷൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ ഫേമസ് കൊട്ടേഷനാണ് ആ പുസ്തകത്തിലുള്ള സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അതായത് വളരെ പണ്ട് കാലത്ത് ഓൺലി ദ ഫിറ്റസ്റ്റ് പേഴ്സൺസ് ആർ സർവൈവിങ്. സമൂഹത്തിലെ ഏറ്റവും ഫിറ്റായ ആളുകൾ മാത്രമേ അതിജീവിക്കുകയുള്ളൂ. അതായത് നിലനിൽപ്പിന് വേണ്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പണ്ട് കാലത്ത് സ്ട്രഗിൾ ചെയ്തു. ആ പോരാട്ടത്തിൽ ഏറ്റവും ഫിറ്റായ ആൾക്ക് മാത്രമേ നിലനിൽക്കാൻ പറ്റുള്ളൂ. ഭക്ഷണമില്ലാത്ത കാലഘട്ടത്തിൽ ഭക്ഷണത്തിന് വേണ്ടി മൃഗങ്ങളെ വേട്ടയാടുന്ന സമയത്ത് ഭക്ഷണം കിട്ടുമ്പോൾ ഭക്ഷണമില്ലാത്ത മനുഷ്യരും ഉള്ളവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി ആ തല്ല് സഹിക്കവയ്യാത്ത പ്രതിരോധിക്കാൻ കഴിയാത്തവർ അവിടെ പിടഞ്ഞു വീണു മരിച്ചു. എന്നാൽ എതിർത്ത് നിന്ന ആളുകൾ, ഫിറ്റായ ആളുകൾ സമൂഹത്തിൽ അതിജീവിച്ചു. അങ്ങനെയാണ് സമൂഹം മുന്നോട്ട് വളരെ സാവധാനത്തിൽ മാറ്റത്തിന് വിധേയമായത് എന്നാണ് ആര് പറയുന്നത്? ചാൾസ് ഡാർവിൻ പറയുന്നത്. സോ അദ്ദേഹത്തിൻ്റെ ഫേമസായ വാക്കാണ് അർഹതയുടെ അതിജീവനം എന്ന മലയാളം, അതായത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അതായത് പരിസ്ഥിതിയുമായി ഏറ്റവും നന്നായി ഇണങ്ങിച്ചേരുന്ന മനുഷ്യർ അതിജീവിക്കുമെന്നാണ് അദ്ദേഹം അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ ഡാർവിൻ്റെ തിയറിയാണ് പിന്നീട് ഹെർബർട്ട് സ്പെൻസർ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് സൊസൈറ്റിയിലേക്ക് അപ്ലൈ ചെയ്തത്. ആ സൊസൈറ്റിയിലേക്ക് അപ്ലൈ ചെയ്തതിനെ പറയുന്ന പേരാണ് സോഷ്യൽ ഡാർവിനിസം. ഹെർബർട്ട് സ്പെൻസർ വാസ് എ ഫേമസ് സോഷ്യോളജിസ്റ്റ് ഹു അഡോപ്റ്റഡ് ദ കോൺസെപ്റ്റ് ഓഫ് Charles Darwin's biological evolution into the social sphere. That is called social Darwinism. അതാണ് സാമൂഹിക പരിണാമം എന്ന് പറയുന്നത്. In social Darwinism, Herbert Spencer emphasized the importance of adaptive change. അതായത് മനുഷ്യർ വളരെ സാവധാനം സമൂഹത്തിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കുവാൻ പഠിക്കുന്നു എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ഹെർബർട്ട് സ്പെൻസർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സോഷ്യൽ ഡാർവിനിസം എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ ഹ്യൂമൻ ബീയിങ്ങിന് കൈ, കാല്, തല എന്നുള്ള പോലെ നിരവധി പാർട്സുകളുണ്ട്, ഒരു ഘടനയുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമൻ സൊസൈറ്റിക്കും നിരവധി ഘടകങ്ങളുണ്ട്. അപ്പോൾ ബയോളജിക്കൽ ബീയിങ്ങായ മനുഷ്യനുള്ളതുപോലെ തന്നെ സൊസൈറ്റിക്കും നിരവധി പാർട്സ് ഉണ്ട്. ഈ പാർട്സ് വളരെ സാവധാനത്തിലൂടെയാണ് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത്. ഇതാണ് എവല്യൂഷണറി ചേഞ്ച് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്, വളരെ പ്രാചീന സമൂഹം സിമ്പിൾ സൊസൈറ്റി ആയിരുന്നു. അതിൽ നിന്നും പരിണമിച്ചാണ് നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക സങ്കീർണ സമൂഹം ഉണ്ടായത്, മോഡേൺ കോംപ്ലക്സ് സൊസൈറ്റി ഉണ്ടായത് എന്നാണ് ആര് പറയുന്നത്? ഹെർബർട്ട് സ്പെൻസർ പറയുന്നത്. സോ എവല്യൂഷണറി ചേഞ്ചാണ് വൺ ടൈപ്പ് ഓഫ് ചേഞ്ച്. ആദ്യത്തെ ചേഞ്ച് പരിണാമപരമായ മാറ്റം, വളരെ സാവധാനത്തിലുള്ള മാറ്റമാണ്. ചാൾസ് ഡാർവിനാണ് ഈ ആശയം കൊണ്ടുവന്നത്. ബയോളജിക്കൽ എവല്യൂഷനിൽ നിന്നുമാണ് ഹെർബർട്ട് സ്പെൻസർ സോഷ്യൽ എവല്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്, സാമൂഹിക പരിണാമം ഉണ്ടാക്കിയിരിക്കുന്നത്. ഡാർവിൻ്റെ ഫേമസ് കൊട്ടേഷനാണ് അർഹതയ്ക്കുള്ള അതിജീവനം അഥവാ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഓൺലി ദ ഫിറ്റസ്റ്റ് പേഴ്സൺസ് ആർ സർവൈവിങ് എന്നാണ് അതിലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ചേഞ്ച് ഈസ് റെവല്യൂഷണറി ചേഞ്ച്. റെവല്യൂഷൻ, ദ ടേം ഇറ്റ് സെൽഫ് ഇൻഡിക്കേറ്റ് എ സഡൻ ക്വിക്ക് ചേഞ്ച്, വളരെ പെട്ടെന്നുണ്ടാകുന്ന മാറ്റം. അതിനെയാണ് നമ്മൾ വിപ്ലവകരമായ മാറ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു എവല്യൂഷണറി ചേഞ്ച്. പരിണാമപരമായ മാറ്റത്തിൻ്റെ തികച്ചും വ്യത്യസ്തമായ ഒരാശയമാണ് വിപ്ലവകരമായ ആശയം എന്ന് പറയുന്നത്. റെവല്യൂഷണറി ചേഞ്ച് ഓൾവേസ് ബാക്കപ്ഡ് ബൈ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതായത് രാഷ്ട്രീയപരമായ ഒരു പശ്ചാത്തലത്തിലാണ് എപ്പോഴും വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ഓൾ ദീസ് റെവല്യൂഷൻസ് ആർ നോൺ ആസ് റെവല്യൂഷൻ ബിക്കോസ് ഇറ്റ് ഓവർത്രോ ദ എക്സിസ്റ്റിംഗ് റൂളേഴ്സ് ആൻഡ് പവർ സ്ട്രക്ചർ. അതായത് ഫ്രഞ്ച് റെവല്യൂഷനും റഷ്യൻ വിപ്ലവവുമൊക്കെ വിപ്ലവം എന്നറിയപ്പെടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിലനിൽക്കുന്ന ഭരണകൂടത്തെയും ഭരണാധികാരികളെയും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കുകയും എന്നിട്ട് പുതിയൊരു ഭരണഘടന ഉണ്ടാവുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സഡൻ ചേഞ്ച് എന്ന് പറയുന്നത്. അതായത് ഫ്രാൻസിൽ സ്വേച്ഛാധിപതിയുമായ ലൂയി 16 എന്ന് പറയുന്ന ഭരണാധികാരിയെ ജനങ്ങൾ
കൊട്ടാരത്തിൽ നിന്നും അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുകയും എന്നിട്ട് അവിടെ ഡെമോക്രസി എന്ന് പറയുന്ന ന്യൂ ഫോം ഓഫ് ഗവൺമെൻറ് എന്താവുകയും ചെയ്തു, അധികാരത്തിൽ വരികയും ചെയ്തു. അത് വളരെ പെട്ടെന്ന് സംഭവിച്ച ഒരു മാറ്റമാണ്. സോ ദാറ്റ് ചേഞ്ച് ഈസ് എ റെവല്യൂഷണറി ചേഞ്ച്. അതിനെ നമ്മൾ വിപ്ലവകരമായ മാറ്റം എന്നാണ് പറയുന്നത്. റെവല്യൂഷണറി ചേഞ്ച് ഇൻവോൾവ്സ് ടോട്ടൽ ചേഞ്ച് ഇൻ ഡിഫറെൻറ്റ് ഫീൽഡ്സ് ഓഫ് ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റിയുടെ എല്ലാ മേഖലകളിലും മൊത്തമായിട്ടുള്ള ചേഞ്ചാണ് റെവല്യൂഷണറി ചേഞ്ചസിൽ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം. വ്യാവസായിക വിപ്ലവം സകല മേഖലകളിലും എന്തുണ്ടാക്കിയിട്ടുണ്ട്, സാമൂഹിക മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. സോ റെവല്യൂഷണറി ചേഞ്ച് അഫക്റ്റ് ഓൾ ആക്ടിവിറ്റീസ് ഓഫ് ദ സൊസൈറ്റി. ദെൻ തേർഡ് വൺ ഈസ് സ്ട്രക്ചറൽ ചേഞ്ച് അഥവാ ഘടനാപരമായ മാറ്റം. സമൂഹത്തിൻ്റെ ഘടനയിലുണ്ടാകുന്ന മാറ്റത്തിനെയാണ് നമ്മൾ ഘടനാപരമായ മാറ്റം എന്ന് പറയുന്നത്. ട്രാൻസ്ഫോർമേഷൻ ഇൻ ദ സ്ട്രക്ചർ ഓഫ് സൊസൈറ്റി, സമൂഹത്തിൻ്റെ ഘടനയിലുണ്ടാകുന്ന മാറ്റം അഥവാ പരിവർത്തനത്തെയാണ് ഘടനാപരമായ മാറ്റം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലെന്തെല്ലാം വരും? സമൂഹത്തിൻ്റെ സാമൂഹിക സ്ഥാപനങ്ങളിലുള്ള മാറ്റങ്ങൾ വരും. അതുപോലെ തന്നെ സമൂഹത്തിൽ ആളുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിയമങ്ങളിലുള്ള മാറ്റങ്ങളും സ്ട്രക്ചറൽ ചേഞ്ചിൽ ഉൾപ്പെടുന്നതാണ്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, വളരെ പണ്ട് നമ്മൾ ക്രയവിക്രയങ്ങൾക്ക് വേണ്ടിയിട്ട് നാണയങ്ങളും ഗോൾഡ് കോയിൻസൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. അതിനൊരുപാട് മൂല്യം ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ കാലം കുറച്ചുകൂടി മൂവ് ചെയ്തപ്പോൾ നമ്മൾ അതിന് പകരം പേപ്പർ മണി ഉപയോഗിച്ചു. പക്ഷേ പേപ്പറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഗോൾഡിനോടൊത്ത് നമുക്ക് തോന്നിയില്ലെങ്കിലും ഗോൾഡിൻ്റെ അതേ മൂല്യം തന്നെ പേപ്പറിൽ എഴുതിയിരിക്കുന്ന ആ സംഖ്യയ്ക്കും നമ്മളത് അതായത് കൈമാറ്റം ചെയ്യുമ്പോഴും അതിന് അതേ വില ലഭിക്കുന്നുണ്ട്. അതുപോലെ നമ്മളിന്ന് ഡിജിറ്റൽ യുഗത്തിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ ആദ്യം ബാർട്ടർ സിസ്റ്റമായിരുന്നു. സാധനങ്ങൾക്ക് പകരം സാധനങ്ങളാണ് കൈമാറിയിരുന്നത്. പിന്നീടത് കോയിൻസായി, പിന്നീടത് പേപ്പർ മണിയായി. ഇന്ന് തികച്ചും നമ്മൾ ക്യാഷ് കൈകൊണ്ട് പോലും തൊടാതെ ഇലക്ട്രോണിക് മീൻസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഗൂഗിൾ പേയും ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റീസൊക്കെ നമ്മുടെ അടുത്ത് വന്നു. സോ ടോട്ടൽ നമ്മുടെ ആ ഒരു മണി ട്രാൻസാക്ഷൻ്റെ ടോട്ടൽ കൺസെപ്റ്റ് തന്നെ എന്തായി, സ്ട്രക്ചറിൽ ഘടനാപരമായിട്ട് തന്നെ അത് മാറ്റങ്ങൾക്ക് വിധേയമായി. ഇത് സ്ട്രക്ചറൽ ചേഞ്ചിനുള്ള ഒരു എക്സാമ്പിളാണ്. സോ അനദർ വൺ, ദ ലാസ്റ്റ് വൺ ഈസ് ചേഞ്ച് ഇൻ വാല്യൂസ് ആൻഡ് ബിലീഫ്സ്. വിശ്വാസത്തിലും മൂല്യങ്ങളിലുമുള്ള മാറ്റങ്ങൾ. വിശ്വാസത്തിലും മൂല്യങ്ങളിലുമുള്ള മാറ്റങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സൊസൈറ്റിയിൽ ഒരു കാലഘട്ടത്തിൽ ഒരു കാലഘട്ടത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തിലും മൂല്യങ്ങളിലും വരുന്ന മാറ്റം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് ദ കൺസെപ്റ്റ് ഓർ ഐഡിയ അബൌട്ട് ചൈൽഡ്ഹുഡ് ബ്രോട്ട് അബൌട്ട് മേജർ സോഷ്യൽ ചേഞ്ച്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, പണ്ട് കാലത്ത് നമുക്ക് ബാല്യം അഥവാ ചൈൽഡ്ഹുഡ് എന്നുള്ള ഒരു ആശയം എന്ന് പറയുമ്പം അവരെ കൺസിഡർ ചെയ്യുന്നത് സ്മോൾ അഡൽട്ട്സ് ആയിരുന്നു. അതായത് ചെറിയ മുതിർന്നവരായിട്ടായിരുന്നു നമ്മൾ കുട്ടികളെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. അവർക്ക് ചെറിയ ഹോട്ടലുകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി തൊഴിലെടുത്ത് ചെറിയ തോതിൽ കാശുണ്ടാക്കുന്നതിന് യാതൊരുവിധ പ്രയാസവും ആ കാലഘട്ടത്തിൽ ആളുകൾ കൽപ്പിച്ചിരുന്നില്ല. എന്നാൽ സമൂഹം കുറച്ചുകൂടി മുന്നോട്ടേക്ക് വന്നപ്പോൾ, അതായത് കുറച്ചുകൂടി മാറ്റങ്ങൾക്ക് വിധേയമായപ്പോൾ കുട്ടികളെ കൊണ്ട് ജോലി എടുപ്പിക്കുക എന്നുള്ളത് അതൊരു പ്രോഹിബിറ്റഡായ ഒന്നായിട്ട്, അത് നിരോധിക്കപ്പെട്ട ഒന്നായി കണക്കാക്കുകയും ബാല്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് കളിക്കാനും രസിക്കാനുമുള്ള ഒരു സ്റ്റേജാണ് ജീവിതത്തിലെന്ന് തിരിച്ചറിയുകയും അതുകൊണ്ട് ആ ഒരു സമയത്ത് അവരെ ജോലി ചെയ്യിപ്പിക്കുന്നത് അതൊരു ഒഫൻസായി, ഒരു ക്രൈമായിട്ട് കാണുകയും അങ്ങനെ ചൈൽഡ് ലേബർ, അതായത് ബാലവേല നിരോധിക്കുകയും ചെയ്തു. പിന്നീട് കുറേ എഡ്യൂക്കേഷനിസ്റ്റും സോഷ്യോളജിസ്റ്റൊക്കെ പറഞ്ഞു, കുട്ടികൾ എന്ന് പറയുന്നത് ആ ഒരു പ്രായത്തിൽ അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വേണമെന്ന് അവർ വാദിച്ചു. അങ്ങനെ ബാല്യത്തെ തിരിച്ചറിയുകയും ബാല്യകാലഘട്ടത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം കമ്പൽസറി എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം എന്നുള്ളൊരു ആശയവും പിന്നീട് വരികയും അങ്ങനെ നമ്മുടെ സൊസൈറ്റിയിലുള്ള ആദ്യം നിലനിന്നിരുന്ന എല്ലാ വിശ്വാസങ്ങളും മൂല്യങ്ങളും ബാല്യത്തെക്കുറിച്ചുള്ളത് ടോട്ടലി മാറ്റങ്ങൾക്ക് വിധേയമാവുകയുണ്ടായി. അത് വിശ്വാസങ്ങളിലും മൂല്യങ്ങളിലും വന്ന മാറ്റത്തിൻ്റെ ഏറ്റവും നല്ല ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ബാല്യത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് അല്ല ആധുനിക കാലഘട്ടത്തിലുള്ള ബാല്യത്തെക്കുറിച്ചുള്ള വിശ്വാസങ്ങളും മൂല്യങ്ങളും, അതിൽ നല്ല ഒരു മാറ്റം വന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ് സോഷ്യൽ ചേഞ്ച് എന്നാണ് പറഞ്ഞിരുന്നത് ആദ്യം. അത് കഴിഞ്ഞ് വാട്ട് ആർ ദ മേജർ ടൈപ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. ടൈപ്സ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തത് എവല്യൂഷണറി, അതായത് പരിണാമപരമായ മാറ്റങ്ങൾ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വിപ്ലവകരമായ മാറ്റങ്ങൾ. മൂന്നാമത്തത് ഘടനാപരമായ മാറ്റം. നാലാമത്തത് വിശ്വാസങ്ങളിലും മൂല്യങ്ങളിലുമുള്ള മാറ്റം. ഈ 4 എണ്ണവും നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഫോക്കസ് ഏരിയയിലുള്ളത് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. ഫോക്കസ് ഏരിയ അല്ലാത്ത ഒരു കാര്യവും നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. 4 മാർക്കിന് ചോദിച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് കിട്ടി എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ നിർത്തട്ടെ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ടിൽ ദെൻ ബൈ.